കേട്ടിട്ട് എന്റെ വീട്ടുകാർക്ക് പറഞ്ഞ എന്നെ കൊണ്ട് കളയാനല്ല ഞാൻ ജീവിച്ചിരിക്കും. എടി ഞാൻ നിന്നെ എന്റെ മുത്തിനെ എനിക്ക് വേണം, ഞാൻ എവിടെയും കൊണ്ട് കളയില്ല. ഇത് നിന്റെ വാ കൊണ്ട് പറഞ്ഞ് ഈ പ്രശ്നം ഇവിടെ തീർക്കണം. ഇനി ഇത് നമ്മുടെ ലൈഫിൽ ഇനി വരരുത്. ഞാൻ പറയുന്ന കേക്ക്, നിന്റെ വാ കൊണ്ട് പറഞ്ഞു തീർക്കണം. പിന്നെ എത്ര 3 പ്രാവശ്യം പോയുള്ള? എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. അവന്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. എത്ര പ്രാവശ്യം കിടന്നെന്ന് പറ അവിടെ അവന്റെ കൂടെ? പുള്ളി ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇത് നടന്ന സംഭവമാണ്. തിരുവനന്തപുരം വരതന്നൂർ നടന്ന സംഭവമാണ് ഇത്. ഈ കോളിന് ശേഷം ഈ പുള്ളിക്കാരൻ പട്ടാളക്കാരനായിരുന്നു. സ്വന്തം തോക്കെടുത്ത് വെടിവെച്ച് അപ്പോഴേ ആത്മഹത്യ ചെയ്തു. അപ്പം ഒരു കാര്യം പറയാനുള്ളൂ, അവിഹിതം എല്ലാവരുടെയും ചോയ്സാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അവിഹിതം. പക്ഷേ ആരെങ്കിലും ഈ മാപ്പിളമാരെ കാശ് കൊണ്ട് തിന്ന് കൊഴുത്തിട്ട് അത് കണ്ടവന്റെ അടുത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കുന്നതല്ല അവിഹിതം എന്ന് പറയുന്നത്. വേണ്ടാന്നുണ്ടെങ്കിൽ വാ തുറഞ്ഞ് എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഞാൻ സംതൃപ്തനല്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് അവിഹിതോ നല്ല ഹിതോ അഴുക്കഹിതോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിന് പോയിക്കൊള്ളണം. അല്ലാതെ ഇതൊക്കെ ഒരു സ്നേഹിക്കുന്ന ഒരാൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ സൂയിസൈഡ് ഒക്കെ നടക്കുന്നതിന്റെ മെയിൻ സംഭവം സഹിക്കാൻ പറ്റത്തില്ലെന്ന്. നമ്മൾ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിന്തിക്കാം. നമ്മുടെ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരാളുടെ കിടക്കുന്നൊക്കെ പറഞ്ഞ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.